ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചാൽ നമ്മളൊരു യൂസ്ഡ് ബൈക്ക് വാങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യൂസ്ഡ് ബൈക്ക് വാങ്ങിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബൈക്കായിരിക്കട്ടെ, അങ്ങനെ വിചാരിക്കട്ടോ. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് മാനുവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതെവിടെയാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഏതാങ്ങളുടെ മോഡലനുസരിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിൻ്റെ ഈ ഒരു ഓയിൽ എന്താ പറയുക, ഉള്ളിലേക്ക് കടത്തി വിടുന്ന ആ ഒരു ഹോൾ എവിടെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു ഹോൾ തുറന്നു നോക്കിയതിന് ശേഷം ഈ ഒരു ഓയിൽ ഒഴിക്കുന്ന ആ ഒരു നട്ടിൻ്റെ മുകളിൽ തന്നെ ചിലപ്പം ഒരു സ്റ്റെമ്പ് ഉണ്ടാവും. ആ സ്റ്റെമ്പ് വെച്ചിട്ട് നമുക്ക് അതിനുള്ളിലത്തെ ഓയിൽ കുറച്ചെങ്കിലും ഒന്ന് തൊട്ടെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു മെറ്റീരിയൽ, ആ ഒരു പൈപ്പിലേക്ക് ഇറങ്ങുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, വലുതൊന്നും യൂസ് ചെയ്തത് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം അതിലിട്ടിട്ട് എടുക്കുക. അപ്പോൾ ഓയിൽ കുറച്ച് അതിൻ്റെ മുകളിൽ കിട്ടും. അതൊന്നും നെഗത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രാൻസ്പാരൻ്റ് സർഫേസിൻ്റെ മുകളിലോ ആക്കിയിട്ട് നോക്കുക. ഭയങ്കരമായിട്ട് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ മാറാനായിട്ടുണ്ട്. ചിലപ്പം പ്രീവിയസ് ഓണർ പറയും എഞ്ചിൻ ഓയിൽ റിസൾട്ടിൽ മാറ്റിയിട്ടേ ഉള്ളൂ, നിങ്ങൾ അതിനെപ്പറ്റി വേർഡ് ആവണ്ട, എന്നാലും നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ മാറാനായിട്ടുണ്ട്. യെല്ലോ കളറൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിക്കേണ്ടതില്ല. മൂപ്പര് പറഞ്ഞ മാതിരി പുതിയ എഞ്ചിൻ ഓയിലാണ് വണ്ടിയിലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓയിൽ ഫിൽറ്ററും, ഇനിയിപ്പോൾ അഥവാ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഓയിൽ ഫിൽറ്റർ വരും. അത് നിങ്ങൾ ഓരോ വണ്ടിക്ക് ഓരോ മാതിരിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ സർവീസ് മാനുവലിലോ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ എവിടെ വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതെടുക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓയിൽ ഫിൽറ്റർ ഊരുക. ഓയിൽ ഫിൽറ്റർ ഊരിയിട്ട് ഈ ഒരു എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നത് നല്ലതാണ്. ഇതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ളിലാണ് അടിഞ്ഞു കൂടി കിടക്കുക. ചിലപ്പോൾ ലാസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറ്റിയപ്പോൾ ചിലപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ പൈസ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഓയിൽ ഫിൽറ്റർ കൂടി മാറ്റിക്കുക. അത് എഞ്ചിൻ്റെ ലൈഫിന് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ. ഇനി പിന്നെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഊരി നോക്കുക. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്, നിങ്ങളുടെ കമ്പഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, എയറും ഫ്യൂലും മിക്സറൊക്കെ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവങ്ങളൊന്നും ട്യൂൺ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പോകണ്ട. എയർ ഫിൽറ്ററും ആൾമോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒന്നെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് നിൽക്കുന്നത്. അഥവാ ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്ലോ കുറവാണ്, ഫ്യൂവൽ ഒരുപാട് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ കമ്പഷൻ കറക്റ്റ് നടക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പാർക്ക് പ്ലഗ് മാറ്റിക്കളയുക. പിന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ, ഞാൻ പറഞ്ഞല്ലോ എയർ ഫിൽറ്റർ എയർ ഫ്ലോ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ കളർ മാറാനും മറ്റേ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. മാറ്റാനായിട്ടുണ്ടെങ്കിൽ മാറ്റിക്കാളുക. ചെറിയ കളർ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് യൂസ്ഡ് അല്ലെങ്കിലും, ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിലും പുതിയ എയർ ഫിൽറ്ററും പഴയ എയർ ഫിൽറ്ററും കണ്ടാൽ ഞാൻ നല്ല ഡിഫറൻസ് തോന്നും. അപ്പോൾ മാറ്റിക്കാളുക. ഈ ഒരു സംഭവം മാറ്റുക, അത് നമ്മുടെ ഒരു സമാധാനത്തിന് മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ്സ് ബൈക്ക് എടുത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നവും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പഷൻ്റെ ഏരിയ ഫുള്ള് ക്ലിയർ ആയി. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്രോൾ അഡിക്റ്റീവ് യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ പിന്നെ നിങ്ങളുടെ എഞ്ചിൻ്റെ മുകളിൽ ടോപ്പിലുണ്ടാവുന്ന ഈ ഒരു എന്താ പറയുക കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഈ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കമ്പഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോഴും ഈ പറഞ്ഞ മാതിരി സ്പാർക്ക് പ്ലഗ് ഡാർക്ക് കളർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്പാർക്ക് പ്ലഗ് ആ ഒരു കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ കളറും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരിക്കും. അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് കുറവായിരിക്കും. കമ്പഷൻ നടക്കുന്ന ഏരിയ അല്ലേ, അപ്പോൾ എന്നാലും അതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കേബിൾസാണ്. നമ്മുടെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും പിടിച്ച് നോക്കുക. ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് സെയിം ബൈക്ക് നിങ്ങളുടെ കൂട്ടുകാരടുത്തോ ആരടുത്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലച്ചും നിങ്ങളുടെ ക്ലച്ചും ഭയങ്കരമായിട്ട് പല ബൈക്കിന് പല മാതിരിയാണ്. ഇപ്പോൾ ചില സ്ലീപ്പർ ക്ലച്ചൊക്കെ വരുന്ന മോഡൽസിനൊക്കെ ക്ലച്ച് ചിലപ്പോൾ ഭയങ്കര ലൈറ്ററായിട്ട് തോന്നും, ചിലപ്പോൾ ചില വണ്ടിയുടെ ഹാർഡായിട്ട് തോന്നും. അത് കുറച്ചൊരു സൂപ്പർ ബൈക്ക് സീരീസിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ പല ബൈക്ക് പല മാതിരിയാണ്. അപ്പോൾ ഒരു ബൈക്ക് സ്മൂത്താണ് വെച്ചിട്ട് എല്ലാ ബൈക്കും അതേമാതിരി ആവണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ സെയിം ബൈക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ കേബിൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കേബിളിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണും റസ്റ്റ് കയറി കഴിഞ്ഞാൽ ആ ഒരു കേബിളിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. മീൻസ് അതിൻ്റെ മുകളിൽ ഈ ഒരു നിങ്ങൾക്ക് ഈ സൈക്കിളൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ മനസ്സിലായി കാണും. അതിനുള്ളത്തെ കേബിളൊക്കെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടാണ് വരിക, റൗണ്ടായിട്ട് വൈൻഡ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് വന്ന മാതിരി ഉണ്ടാവും ഈ ഒരു റസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ നിങ്ങളുടെ കേബിൾ മാറ്റാനായിട്ടുണ്ടെങ്കിൽ മാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ചെയിൻ ലൂബ്രിക്കൻ്റെ മരത്തിൽ ലൂബ്രിക്കൻസ് വാങ്ങിട്ടും അതൊന്ന് ജസ്റ്റ് അതിനുള്ളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ സ്പ്രേ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് എങ്ങനെയായാലും കാണിച്ച് അതുമാതിരി തന്നെ ചെയ്യണേ. അപ്പോൾ വേറെ എവിടേക്ക് ബോഡി പാർട്സിന് മുകളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിനും അതേമാതിരി ഫെയറിങ്സിനൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ ആവാത്ത രീതിയിൽ ക്ലീൻ ആയിട്ട് ചെയ്യുക. അതേമാതിരി ഈ ഒരു ത്രോട്ടിൽ ബോഡിയുടെ അകത്തും ത്രോട്ടിൽ കേബിൾ പോകുന്ന ആ ഒരു വഴിയിലും ഈ പറഞ്ഞ മാതിരി ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഓവറോൾ നമ്മുടെ റൈഡിങ് കംപ്ലീറ്റ് നമ്മുടെ കൈമനാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൈ ചടച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയെ ശരിക്കും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഈ 2 സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യം ഫ്യൂൽ അഡിക്റ്റീവ് യൂസ് ചെയ്യുന്നതോട് പിന്നെ ടാങ്കിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ പറ്റി ശ്രദ്ധിക്കണ്ട. എന്തൊക്കെ നോക്കിയാലും നമ്മൾ കുറച്ച് കാലം നിർത്തിയിട്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെട്രോളിൻ്റെ കളർ മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൽ എത്തനോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത് വരുന്നൊരു സാധനം. അപ്പോൾ അതിൻ്റെ അളവ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ പിടിച്ചെടുക്കും. മോയ്സ്ചർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങനെയാണ് അത് ഫെയ്ഡായി വരുന്നത്, ഒരു യെല്ലോ കളറിലേക്ക്, ഭയങ്കര ഡാർക്ക് യെല്ലോ കളറിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയുടെ കളറിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ശരിക്കും പെട്രോളിൻ്റെ കളർ, ഗ്യാസോലിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് 2 ബ്രേക്ക് ഫ്ലൂയിഡാണ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അവസ്ഥ ഭയങ്കര ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റണമുണ്ടോ. ഈ പറഞ്ഞ മാതിരി യെല്ലോ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിന് ഉണ്ടാവുക. അപ്പോൾ .3, .4 അങ്ങനെ ഒരുപാടുണ്ട്. നല്ല യെല്ലോ കളറുള്ള സാധനം മാർക്കറ്റിൽ വാങ്ങിട്ടാണ്ട്, റോസ് കളറുള്ളത് വാങ്ങിട്ടാണ്ട്, ഡാർക്ക് കളർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സാധനം എന്താ പറയുക അത് ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ കളർ മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാറ്റിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ജെല്ല് മാതിരി സാധനം പിടിച്ച് കിടക്കും. പിന്നെ അപ്പോൾ നിങ്ങൾ ഫുൾ ടോട്ടലി നിങ്ങളുടെ MC കിറ്റ്, കാലിബർ കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റുക. ഏറിപ്പോയാൽ ഒരു 80 to 180 ആ റേഞ്ചിനുള്ളിൽ ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിന് റേറ്റ് വരുള്ളൂ. അപ്പോൾ അത് വാങ്ങുക, അത് ഈ സംഭവം മാറ്റിക്കാളുക. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഡൗട്ട്സ് ഉള്ളവരൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ മതി. സെയിം പ്രോസസ്സ് നമ്മുടെ ബാക്കത്തെ ബ്രേക്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി എഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു, നമ്മൾ എഞ്ചിൻ്റെ ഈ കമ്പഷൻ നടക്കുന്ന ആ ഒരു ഏരിയേൻ്റെ പരിപാടി കഴിഞ്ഞു. ബ്രേക്സും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് പാഡുകളാണ്. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും 2 ബ്രേക്ക് പാഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ്സ് ഒന്ന് ഊരി ക്ലീൻ ചെയ്യുക, പിന്നെ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഉണ്ട്, നമ്മുടെ ബൈക്കിൻ്റെ ബ്രേക്ക് പാഡ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു സെപ്പറേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ എത്തുമ്പോഴാണ് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ബ്രേക്ക് പാഡും ഈ ഒരു ഡിസ്കും തമ്മിലുള്ള ഗ്യാപ്പ്, അതിനൊരു മെറ്റലും ഉണ്ട്, അതിൻ്റെ നടുവിലാണ് ഒരു എന്താ പറയുക ഒരു സാൻഡ് മെഷ് മാതിരത്തെ ഒരു സാധനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കണ്ട ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് മാറ്റാനായിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ചോദിക്കുക അത് മാറ്റാനായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് നോക്കിയാൽ മനസ്സിലാവും. മാറ്റാനായിട്ടുണ്ടെങ്കിൽ മാറ്റുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്കിന് പണി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേമാതിരി ഡിസ്കിൻ്റെ ലൈഫ് നോക്കുക. പഴയ യൂസർ ഇതേമാതിരി പാഡ് മാറ്റാണ്ട് ഈ ആ ഒരു മെറ്റൽ പീസ് മാത്രം വെച്ചിട്ട് ഒരുപാട് ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക് നല്ലോണം തേഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഒരു മാനുവലിൽ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ലൈഫ് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് നോക്കിയിട്ട് ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്യാം. പിന്നെ വരുന്ന നിങ്ങളുടെ ചെയിൻ്റെ ലൈഫ് ലൂബ്രിക്കേറ്റഡ് അല്ല അല്ലെങ്കിൽ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ചെയിൻ സ്ലാക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. 35mm to 45mm ആണ് ഈ ഒരു ചെയിൻ സ്ലാക്കിൻ്റെ ആ ഒരു മെഷർ വരുന്നത്. നിങ്ങളൊരു സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് താഴത്തേക്ക് പിടിച്ച് വലിച്ച് നോക്കുക കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട്. അതുപോലെ മുകളിലേക്ക് നീക്കി വെക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ആ ഒരു ലെങ്ത്തിൻ്റെ ഇടയിൽ ഒരു 35 to 45mm ആണ് ഇതിൻ്റെ ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ചെയിനിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക, ആ ഒരു ലിമിറ്റിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങളുടെ ബാക്കിലെ ടയറിൻ്റെ ലൈഫ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ത്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കും എത്ര ത്രെഡ് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു സാധനമോ വെച്ചിട്ട് അതിനുള്ളിൽ ചെക്ക് ചെയ്യുമ്പോൾ എത്ര വ്യത്യാസം വരുമ്പോഴാണ് നിങ്ങൾക്ക് ടയർ മാറുണ്ടായി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ടയറിൻ്റെ ആ ഒരു ലൈഫ് തീർന്നിട്ടുണ്ട്, ടയർ മാറാനായിട്ടുണ്ടെന്നുള്ളത്. ജസ്റ്റ് പഞ്ചർ കടയിൽ പോയാലും മതി. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ PSI നമ്മുടെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുക, അത് ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളൊരു ബൈക്ക് വാങ്ങുകയാണെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്, അത് നിങ്ങളുടെ ഈ ഒരു ബോൾട്ട് റേസറിൻ്റെ ലൈഫിൻ്റെയാണ്. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാൻഡിലിട്ടിട്ട് ഫ്രണ്ടത്തെ വീല് മാത്രം ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്യാൻ അടിയിൽ പ്രഷർ കൊടുത്ത് ലിഫ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആ സ്റ്റാൻഡിന് കുറച്ച് പ്രഷർ കൊടുത്തുകൊണ്ട് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഹാൻഡിൽ ബാർ ഒന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒന്ന് ലൈറ്റായിട്ട് തിരിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫിംഗേഴ്സ് വെച്ചിട്ട് മാത്രം ഒന്ന് തിരിച്ചു നോക്കുക. അത്രയും ലൈറ്റായിട്ട് അത് തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബോൾട്ട് റേസറിൻ്റെ ലൈഫ് ഓക്കെയാണ്.
നിങ്ങളുടെ ഈ ഒരു ഹാൻഡിൽ ബാർ കറക്റ്റ് സെൻറ്ററിലെത്തുമ്പോൾ അവിടെ ലോക്കായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മാതിരി വണ്ടിക്ക് എന്താ പറയുക, ഓവറായിട്ട് പുള്ളിങ്ങിന് കുറവ്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് ടെക്നീഷ്യനൊക്കെ ഒന്ന് കാണിക്കുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവം ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് അടിഞ്ഞു കൂടിയതുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.